കേരളത്തിൽ ഈ 2 മാസത്തിനിടെ ഏതാണ്ട് 63 കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത്. 1 2 അല്ല, 63 കൊലപാതകങ്ങൾ. ഈ 63 കൊലപാതകങ്ങളെ പരിശോധിക്കുമ്പോൾ ഇതിൽ ഏതാണ്ട് 30 കൊലപാതകങ്ങൾ ലഹരിയുടെ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധമുണ്ട് ഈ കൊലപാതകങ്ങൾക്ക് എന്ന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കി 33 കൊലപാതകങ്ങൾ ലഹരിയുടെ കാരണം കൊണ്ടല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, ഈ 63 കൊലപാതകങ്ങളിലെ ഏതാണ്ട് 50 കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് സുഹൃത്തുക്കൾക്കിടയിൽ സംഭവിച്ചതാണ്, അല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിനുള്ളിൽ വെച്ച് തന്നെ സംഭവിച്ച കൊലപാതകങ്ങളാണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് സുഹൃത്ത് സുഹൃത്തിനെ കൊലപ്പെടുത്തുന്നു, കൂട്ടുകാരൻ കൂട്ടുകാരനെ കൊലപ്പെടുത്തുന്നു, അമ്മ മകനെ കൊലപ്പെടുത്തുന്നു, മകൻ അമ്മയെയും അച്ഛനെയും കൊലപ്പെടുത്തുന്നു. ഇങ്ങനെ ഉറ്റ ബന്ധങ്ങൾക്കിടയിലാണ് ഈ കൊലപാതകങ്ങളിൽ ഭൂരിഭാഗവും സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് നമുക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുള്ളത് എന്നതിൻ്റെ ഒരു മനഃശാസ്ത്ര സമീപനമാണ്, അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രപരമായ വിശകലനമാണ് ഇന്നത്തെ വർത്തമാനം. നമുക്കൊന്ന് നോക്കാം. നമസ്കാരം, ബിനോജ് മാഷ് VC ടോക്സിന്റെ പുതിയ വർത്തമാനത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വർത്തമാനം, അല്ലെങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന വിശേഷം എന്ന് പറയുന്നത് നമുക്കറിയാം, നല്ലതുമാകാം, അത് പൊട്ടയുമാകാം. ഇന്നത്തെ ഈ വർത്തമാനത്തിലെ വിശേഷം നമ്മളധികം കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല, അറിയാൻ ആഗ്രഹിക്കുന്നതല്ല. എന്നാലും ഇതിൽ നമ്മൾ കുറച്ച് തിരിച്ചറിവ് വരുത്തേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിൽ കേരളത്തെ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ ഇങ്ങനെ ചങ്ങലയായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് എല്ലാ ദിവസവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആകമാനം ഇതിൻ്റെ വാർത്തകളാണ്. പത്രമാധ്യമങ്ങളെല്ലാം എടുത്താൽ അതിലെല്ലാത്തിലും ഇത്തരം വാർത്തകളാണ് എന്നും നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ ഒരു അവലോകനമാണ്, വിശകലനമാണ് ഇന്നത്തെ VC ടോക്സിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇറോസ് എന്ന പദത്തെ പറ്റി? അതുപോലെ തന്നെ തനത്തോസ് എന്ന് പറയുന്ന ഒരു പദവുമുണ്ട്. എന്താണ് ഇറോസ്? ആരാണ് ഇറോസ്? എന്താണ് തനത്തോസ് എന്നൊക്കെ ഉള്ളത്? ഇറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോഡ് ഓഫ് ലവ് ആൻഡ് സെക്സ് എന്ന് പറയും. ഗ്രീക്ക് പുരാണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേവനാണ് ഇറോസ് എന്ന് പറയുന്നത്. അഫ്രോഡൈറ്റിന്റെ മകനാണ് ഇറോസ്. സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ, സെക്സിന്റെ എല്ലാം ദേവനായി പരികൽപ്പിക്കപ്പെടുന്നത് ഇറോസിനെയാണ്. അതുപോലെ തന്നെ തനത്തോസ് ഉണ്ട്. തനത്തോസ് എന്ന് പറയുന്നത് ഡെത്തിന്റെ മനുഷ്യരൂപം എന്ന രീതിയിലൊക്കെ മരണത്തിന്റെ മനുഷ്യരൂപം എന്ന് കണക്കാക്കുന്നതാണ് ഗ്രീക്ക് മിത്തോളജിയിലൊക്കെ. അല്ലെങ്കിൽ നിക്സ് അല്ലേ, രാത്രിയുടെ മകനായി കണക്കാക്കുന്നതാണ് തനത്തോസ്. അല്ലെങ്കിൽ ഹിപ്നോസിന്റെ, ഉറക്കത്തിന്റെ, സ്ലീപ്പിന്റെ സഹോദരനായി കണക്കാക്കുന്നതാണ് തനത്തോസ്. എന്നാൽ ഇതും മനഃശാസ്ത്രവുമായിട്ട് എന്താണ് ബന്ധം? ഈ ഗ്രീക്ക് മിത്തോളജിയിലെ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് മനഃശാസ്ത്രത്തിലേക്ക് വരുന്നത്? ഈ കഥാപാത്രങ്ങളെ മനഃശാസ്ത്രത്തിലേക്ക് കൊണ്ടുവന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഇത്തരം പദങ്ങളൊക്കെ മനഃശാസ്ത്രത്തിലേക്ക്, അദ്ദേഹത്തിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം, സൈക്കോ അനാലിസിസിലാണ് അദ്ദേഹം ഇത്തരം ചില വിശകലനങ്ങൾ കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്, ആ വ്യക്തിത്വത്തിന്റെ ഘടന എന്ന് പറയുന്നത് 3 തലങ്ങളുടെ ഒരു ഇന്റർലോക്കിംഗ് ആണ്. ആ 3 തലങ്ങളിൽ ഒന്ന് നമ്മൾ കേട്ടിരിക്കും ഒരുപക്ഷെ, ഇതെന്ന് പറയും, മറ്റൊന്ന് ഈഗോ എന്ന് പറയും, മറ്റൊന്ന് സൂപ്പർ ഈഗോ എന്ന് പറയും. അതിൽ ഇതെന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ മനസ്സിന്റെ, അല്ലെ, നമ്മൾ പറയും മനസ്സാണെല്ലാം. എൻ്റെ ഈ വർത്തമാനത്തിലൊക്കെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന മനസ്സിനെ പറ്റിയാണ്, മനസ്സിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ്, അല്ലേ. ഈ ചാനൽ തന്നെ ആ രീതിയിലാണ് നമ്മൾ സ്ലോഗനായി വെച്ചിട്ടുള്ളത്, റീപ്രോഗ്രാം യുവർ മൈൻഡ് എന്നുള്ളത്, നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വെച്ചത്, ഈ മനസ്സിന്റെ എല്ലാ ഊർജവും ശേഖരിക്കപ്പെട്ടിട്ടുള്ളത്, ആ ഊർജത്തിന്റെ റിസർവോയർ എന്നറിയപ്പെടുന്നത് ഇതാണ്. ഇത് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ആ ഇത് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ പേഴ്സണാലിറ്റി ഘടനയുടെ, വ്യക്തിത്വ ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ ഭരണിയിലാണ് നമ്മുടെ മനസ്സിന്റെ എല്ലാ ഊർജവും ഇരിക്കുന്നത്. അതിൽ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നു, ആ ഊർജ ഭരണിയിലെ 2 തലങ്ങളാണ് ഇറോസും തനത്തോസും. അപ്പൊ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഇറോസ് ഉണ്ട്, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും തനത്തോസ് ഉണ്ട്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഈ പറയുന്ന ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന തനത്തോസ് ഉണ്ട്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഈ പറയുന്ന ഇറോസ്, ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന ഇറോസും ഉണ്ട്. തനത്തോസ് എന്ന ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും മരണത്തിന്റെ ഡ്രൈവ്, മരണത്തിലേക്ക് നയിക്കുന്ന
ആ ഒരു തലവുമുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിലേക്ക്, പ്രണയത്തിലേക്ക്, ഹാർമണിയിലേക്ക്, ഒത്തൊരുമയിലേക്കൊക്കെ നയിക്കുന്ന ഈ പറയുന്ന ഇറോസും ഉണ്ട് എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വെക്കുന്നു. അപ്പം ഇതിലാണ് ഇതെല്ലാം. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക? ഇതറിയാൻ ഒരാളുടെ പെരുമാറ്റം, ഒരു കുട്ടിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ തന്നെ ആ കുട്ടിയുടെ ഉള്ളിൽ ഇതിൽ ഏതാണ്, ഈ പറയുന്ന ഇതിൽ ഏതാണ് കൂടുതലായി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്, ഏതാണ് കൂടുതൽ പ്രതിഫലിക്കുന്നത്, അല്ലെങ്കിൽ ദൈവികമായ തലമാണോ? ചങ്ങമ്പുഴ അദ്ദേഹത്തിന്റെ കവിതയിൽ, കാവ്യനർത്തകിയിൽ പാടി വെക്കുന്നുണ്ട്, ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും, മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയവാവും, ഇടചേർന്നൻ ഹൃദയം പുതുപുളകങ്ങൾ ചൂടി, ചുടുനെടുവീർപ്പുകൾക്കിടയിലും കൂടി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ മനസ്സിന്റെ 2 തലങ്ങളെയാണ് അദ്ദേഹം പറയുന്നത് കവിതയിലൂടെ, കാൽപ്പനികതയിലൂടെ. അല്ലെ, മലയാളത്തിന്റെ കാൽപ്പനിക ചക്രവർത്തി എന്നറിയപ്പെടുന്ന ചങ്ങമ്പുഴ എഴുതി വെച്ചതാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ 2 തലമുണ്ട്. അതിൽ ഈ പറയുന്ന കരിയുമുണ്ട്, കരിപൂശിയ വാവുള്ളൊരു തലവുമുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് നിഴലും നിലാവുമുണ്ട്, സ്വപ്നത്തിന്റെ, പ്രതീക്ഷയുടെ, വെളിച്ചത്തിന്റെ ഒരു തലവുമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് സിഗ്മണ്ട് ഫ്രോയിഡ് മനഃശാസ്ത്രത്തിലൂടെ പറഞ്ഞതാണ്, ഇറോസും തനത്തോസും. അപ്പൊ ഒന്ന് മരണത്തിന്റെ, ഒന്ന് ദൈവികതയുടെ, ഒന്ന് പ്രണയത്തിന്റെ, ഒന്ന് നെഗറ്റീവ് ഇമോഷൻസിന്റെ. അപ്പോൾ ഇത് എല്ലാ മനുഷ്യരിലുമുണ്ട്. ഇത് കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ ഉള്ളിലുമുണ്ട്. അവരുടെ ഏങ്കർ കാണുമ്പോൾ, ദേഷ്യം കാണുമ്പോൾ, അവർക്ക് എന്തിനോടൊക്കെയുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് എന്തിനോടൊക്കെ അസൂയ, എൻവി കാണിക്കുമ്പോൾ, ചില കാര്യങ്ങൾ നീരസം കാണിക്കുമ്പോൾ, റിസെന്റ്മെന്റ് എന്നൊക്കെ പറയും, നീരസം കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവരുടെ ഉള്ളിൽ തന്നത്തോസ് ഇങ്ങനെ കൂടി വരുന്നു. തന്നത്തോസാണ് പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ പുതിയ പുതിയ ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ, മറ്റുള്ളവരോടുമായി നന്നായി കൂട്ടുകൂടാൻ, നല്ല പാട്ട് പാടാൻ, ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ, തൻ്റെ സമൂഹത്തിനോട് നന്നായി ഇടപെടാൻ, ഇതൊക്കെ വരുന്നത് ഈ പറയുന്ന ഇറോസിലാണ്. അങ്ങനെയുള്ള റിഫ്ലക്ഷൻസ്, അങ്ങനെയുള്ള പ്രതിഫലനങ്ങൾ വളർന്നു വരുന്ന കുട്ടിയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അവൻ്റെ ഉള്ളിലുള്ള മനഃശാസ്ത്രപരമായ, അല്ലെങ്കിൽ അവൻ്റെ മനോനിലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജം കൂടുതലായി ഏതു മേഖലയിലാണ്, ഈ പറയുന്ന ഇറോസിലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇറോസ് അതിലേക്കാണ് നയിക്കുന്നത്. ഇറോസ് ഡ്രൈവ് ചെയ്യുന്നത് നമ്മളെ ഈ പറയുന്ന, നേരത്തെ പറയുന്ന ക്രിയേറ്റിവിറ്റിയിലേക്കാണ്, അല്ലെങ്കിൽ റീപ്രൊഡക്ഷനിലേക്കാണ്, പുനരുൽപാദനത്തിലേക്കാണ്, ലവിലേക്കാണ്, ഈ പറയുന്ന ഹാർമണിയിലേക്കാണ്, ഐക്യത്തിലേക്കാണ്. തനത്തോസ് ഇവിടേക്ക് ഒന്നിലേക്കുമല്ല നമ്മളെ നയിക്കുന്നത്, വെറുപ്പിലേക്കാണ്, ഹെയ്റ്റ്ഫുൾനെസ്സിലേക്കാണ്, നേരത്തെ പറഞ്ഞ ഏങ്കറിലേക്കാണ്, ആ രീതിയിലുള്ള അല്ലെങ്കിൽ അഗ്രഷനിലേക്കാണ്. ഇതൊക്കെ ചെറുപ്പത്തിൽ കാണാം. എൻ്റെ നാട്ടിലൊരു പയ്യനുണ്ടായിരുന്നു. അവൻ ചെറുപ്പത്തിൽ അമ്മയെ അച്ഛനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി എപ്പോഴും കിണറ്റിലേക്ക് ആലിട്ടിരിക്കും. എന്നിട്ട് ഞാനിപ്പോൾ ചാടും എന്ന് പറയും. ഇത് കേട്ട് പേടിക്കുന്ന രക്ഷിതാക്കൾ അവൻ പറയുന്ന കാര്യം അപ്പം തന്നെ നടത്തി കൊടുക്കും. മറ്റൊരു കുട്ടിയുണ്ട്, എപ്പോഴും വാശി പിടിക്കും. അവൻ്റെ വാശി നിർത്താൻ പറഞ്ഞ കാര്യം അപ്പം തന്നെ വീട്ടുകാർ ചെയ്തു കൊടുക്കും. അപ്പം അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു തന്നത്തോസിന് എന്ത് കിട്ടുകയാണ്? കൂടുതൽ വളർച്ച കിട്ടുകയാണ്, സപ്പോർട്ട് കിട്ടുകയാണ്. അത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് നമ്മളുടെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് തന്നെ, കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആളുകളിലും ഇതിലേതാണ് കൂടുതലെന്ന് നമുക്ക് പരിശോധിച്ചാൽ, അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, ഇത് ആർക്കാണ് അറിയാൻ വേണ്ടി കഴിയുക ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്? ഇത് ഏറ്റവും നന്നായി അറിയാൻ കഴിയുക നമുക്ക് തന്നെയാണ്, വേറെ ആർക്കുമല്ല. അപ്പം നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ലോകമുണ്ട്, നമ്മുടേതായ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും മനഃശാസ്ത്രം തന്നെ, ഒരു ആത്മപരിശോധന നടത്തുമ്പോൾ നമുക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടി കഴിയും നമ്മുടെ ഉള്ളിൽ ഇറോസ് ആണോ തനത്തോസ് ആണോ കൂടുതലുള്ളത്. നമ്മുടെ വീട്ടിലെ നമ്മുടെ ഉറ്റവർക്ക് ഉള്ളിൽ ഏതാണുള്ളത് എന്ന് വീട്ടിലെ ആളുകൾക്ക് പറയാൻ വേണ്ടി കഴിയും, ഇല്ലെങ്കിൽ സ്കൂളിലെ രക്ഷിതാക്കൾക്ക് പറയാൻ വേണ്ടി കഴിയും, ഇതല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന ജോലി സ്ഥലത്തെയോ അല്ലെങ്കിൽ സമൂഹത്തിലെ ആളുകൾക്ക് പറയാൻ വേണ്ടി കഴിയും. ഈ ഇടങ്ങളിലൊക്കെയാണല്ലോ നമ്മളുള്ളത്. സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ മാത്രമല്ല, ഒരു മുതിർന്ന ആരുടെയും ഉള്ളിലെ ഇറോസ് ആണോ പ്രതിഫലിക്കുന്നത് തനത്തോസ് ആണോ, അവന്റെ കമന്റ് നോക്കിയാൽ മതി. അപ്പൊ ചില കമന്റുകൾ കാണുമ്പോൾ നമ്മൾ അവരെയൊക്കെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും. നമുക്ക് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ മറ്റൊരാൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ അത്തരം കമന്റുകളെ, അത് ഈ പറയുന്ന തനത്തോസിനോട് ചേർന്ന് നിൽക്കുന്ന കമന്റുകൾ കൂടുതൽ അഗ്രഷൻ കാണിക്കുന്ന ഒന്ന്, അല്ലെങ്കിൽ കൂടുതൽ ഹെയ്റ്റ്ഫുൾനെസ് കാണിക്കുന്ന ഒന്നാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇയാൾ അപകടകാരിയാണ്. അത് നമ്മളുടെ ഉള്ളിൽ തന്നെ വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയുകയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയണം നമ്മൾ അപകടകാരിയാണ്, നമ്മളുടെ ഉള്ളിൽ ഈ പറയുന്ന തനത്തോസാണ് കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഈ രീതിയിലുള്ള ആത്മപരിശോധന നടത്തുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വെക്കുന്നത് ഇത് മാത്രമല്ല, ഇത് തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന ഈഗോയുണ്ട്. ഈഗോ എന്ന് പറയുന്നത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ്, പോലീസ് ഫോഴ്സ് എന്ന് പറയും.
ഇത് എന്ന് പറയുന്ന മനഃശാസ്ത്രപരമായ ഊർജം നിറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സൈക്കിക് എനർജി നിറഞ്ഞിരിക്കുന്ന ഇതിന് സന്തോഷം മാത്രമേ വേണ്ടൂ. ആഗ്രഹിച്ചതൊക്കെ കിട്ടണം എന്നുള്ള ചിന്ത മാത്രമാണുള്ളത്. അപ്പോൾ ഈഗോ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഈഗോ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പോലീസ് ഫോഴ്സ് ആണ്. ആ ഈഗോ നമ്മുടെ നിത്യജീവിതത്തിൽ പറയുന്ന ഈഗോയെ അല്ല കേട്ടോ, മനഃശാസ്ത്രത്തിലെ ഈഗോ അല്ലെങ്കിൽ സൈക്കോ അനാലിസിസിൽ ഫ്രോയിഡ് പറഞ്ഞു വെക്കുന്ന ഈഗോ അങ്ങനെയല്ല. അത് പോസിറ്റീവാണ്. അത് ഈ പറയുന്ന ഇതിന്റെ വേണ്ടാത്ത ചിന്തകളെ നിയന്ത്രിക്കുന്ന ഒന്നാണ് ഈഗോ. അതോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു തലം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, സൂപ്പർ ഈഗോ. ആ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള മൊറാലിറ്റിയാണ്, നമ്മുടെ ഉള്ളിലുള്ള വാല്യൂ ആണ്. ഇത് ഒരുപാട് കൂടി പോയാലും പ്രശ്നം തന്നെയാണ്. ഞാൻ ഇതിന്റെ ഒരു വിശകലനമല്ല, ഞാൻ ഇറോസിലും തനത്തോസിലും മാത്രം നിന്നുകൊണ്ടാണ് ഇന്നത്തെ വർത്തമാനം പറയാൻ വേണ്ടി ആഗ്രഹിച്ചത്. അപ്പൊ ഏതാണ് നമ്മുടെ ഉള്ളിൽ കൂടുതൽ റിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നത് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയണം. അപ്പൊ അതിനെ നമ്മൾ സെൽഫ് അവയർനെസ് എന്നും സെൽഫ് റെഗുലേഷൻ ഒക്കെ പറയും. ഈ സെൽഫ് അവയർനെസ്സിനും സെൽഫ് റെഗുലേഷനും നമ്മളെ സഹായിക്കുന്നത് ഈഗോയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ പറയുന്ന സെൽഫ് റെഗുലേഷനും അതുപോലെ തന്നെ സെൽഫ് അവയർനെസ്സും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മളെ തിരിച്ചറിയാം. അവിടെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് തൻ്റെ സൈക്കോ അനാലിസിസിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന രീതിയിൽ, ഈ പറയുന്ന മനഃശാസ്ത്രത്തിൻ്റെ ഒരു ചലനം എന്ന രീതിയിൽ, മനോനിലയുടെ ഒരു ചലനം എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് മറ്റ് 3 ലെയറുകൾ നമ്മുടെ മനസ്സിനകത്തുണ്ട്. അതിലൊന്ന് കോൺഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്, ബോധമണ്ഡലമാണ്. മറ്റൊന്ന് പ്രീ കോൺഷ്യസ് ആണ്, മറ്റൊന്ന് അൺകോൺഷ്യസ് ആണ്. ഇതിലെ പ്രീ കോൺഷ്യസും അൺകോൺഷ്യസും ഒക്കെ നമ്മൾ പലപ്പോഴും സബ് കോൺഷ്യസ് എന്ന രീതിയിലൊക്കെ ആധുനിക കാലഘട്ടത്തിൽ അതിനെ വിവക്ഷിക്കപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത, സബ് കോൺഷ്യസ് മൈൻഡിലാണ് നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ഇത് കിടക്കുന്നത് എന്നുള്ളതാണ്. ഈഗോ അങ്ങനെയല്ല, അത് കോൺഷ്യസ് മൈൻഡിലുള്ളതാണ്. അതെന്താ, ബോധതലത്തിലാണ് ഈഗോ ഉള്ളത്. പലപ്പോഴും നമ്മൾ അറിയാതെ നേരത്തെ പറഞ്ഞ തനത്തോസിലേക്ക് അല്ലെങ്കിൽ ഇറോസിലേക്ക് അറിയാതെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി ചാടാറുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഈ 2 കാര്യങ്ങളും നിൽക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ, ഒരു സിനിമയിൽ ശോഭനയുടെ കഥാപാത്രം, ഗംഗയായി വന്ന കഥാപാത്രം നാഗവല്ലിയായി പരിണമിച്ചുകൊണ്ട് പറയുന്നുണ്ട്, തൻ്റെ ഭർത്താവിനോട് പറയുന്നുണ്ട്, അയോഗ്യ നായേ നീ എന്നെ ഇവിടെ നിന്ന് എവിടേക്കും പറഞ്ഞയക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മണിച്ചിത്രത്താഴ് സിനിമയിൽ. ഇങ്ങനെയല്ല, അതിനൊരു പദപ്രയോഗം വേറെയാണ്. എന്തായാലും ഭർത്താവിനെ നായ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരുടെ തലം മാറുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അവർ പോലും അറിയാതെയാണ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന തനത്തോസാണ് പുറത്തേക്ക് ചാടിയത്. തനത്തോസ് പുറത്തേക്ക് ചാടിയപ്പോഴാണ് അവള് പറയുന്നത്, നിന്നെ ഞാൻ ഇന്നേക്ക് ദുർഗാഷ്ടമി ഉന്നെ കൊന്ന് രക്തത്തെ ഞാൻ കുടിക്കുമെന്നൊക്കെ പറയുന്നത് ഈ തനത്തോസ് പുറത്തേക്ക് വരുമ്പോഴാണ്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് തനത്തോസ് പുറത്തേക്ക് വരും, നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അതിനെ അറിയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ഈഗോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സെൽഫ് റെഗുലേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സെൽഫ് അവയർനെസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഏതാണ് ഇങ്ങനെ പലപ്പോഴും പുറത്തേക്ക് വരുന്നത് എന്ന് നമ്മൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് കൂടി വരുന്ന സമയത്ത് ഇത് നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത പലപ്പോഴും നമ്മുടെ കോൺഷ്യസിൽ നിന്ന്, ഈഗോയിൽ നിന്ന് മാറി ഇതിൽ മാത്രം നിൽക്കുമ്പോൾ, കോൺഷ്യസിൽ നിന്ന് മാറി സബ് കോൺഷ്യസിൽ, നമ്മളുടെ ഉപബോധ മനസ്സിൽ മാത്രം നിൽക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കൊലപാതകങ്ങളിലേക്ക് നമ്മൾ പോലും അറിയാതെ നമുക്ക് നമ്മുടെ മനസ്സിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ആ വേണ്ടത് നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വരുന്നു. ഇറോസിൻ്റെ അല്ല, തനത്തോസിൻ്റെ ആഗ്രഹമാണ് നമ്മൾ നിവർത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിലാവാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. കരിപൂശിയ വാവായി നമ്മൾ നിൽക്കാതെ ഈ പറയുന്ന പോലെ നിലാവിൻ്റെ കൂടെ, അല്ലെങ്കിൽ നല്ല സ്വപ്നങ്ങളുടെ പുറകിലേക്ക് സഞ്ചരിക്കാൻ ഈ കാലഘട്ടത്തിലെ പുതിയ തലമുറയ്ക്ക് നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്നുള്ളതാണ്. സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലൂടെ മനഃശാസ്ത്രം സോഷ്യൽ ലേണിംഗ് തിയറി മുന്നോട്ട് വെച്ച ബന്ധുര അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യന്റെ സ്വഭാവം പ്രധാനമായും രൂപപ്പെടുന്നത് 3 ആശയങ്ങളിലൂടെയാണ്. ഒന്ന് ഒബ്സർവേഷനാണ്, നിരീക്ഷണമാണ് അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം. 2 ഇമിറ്റേഷനും മോഡലിങ്ങുമാണ്. ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് അവൻ ആദ്യമായി ഇമിറ്റേറ്റ് ചെയ്യുന്നത് അവന്റെ അച്ഛനെയാണ്, അമ്മയെയാണ്. പിന്നീട് അവൻ തൻ്റെ കൗമാരക്കാരായ സുഹൃത്തുക്കളെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു, അവരെ നിരീക്ഷിച്ചുകൊണ്ട്. ആ രീതിയിൽ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ബന്ധുരയിലൂടെ പറഞ്ഞു വെക്കുന്നത് ഒരാളുടെ സ്വഭാവം രൂപപ്പെടുന്നത് അവൻ്റെ നിരീക്ഷണം, ഒബ്സർവേഷനാണ്. 2ാമത് അവൻ്റെ ഇമിറ്റേഷനാണ്, അനുകരണമാണ്. 3ാമത് അവൻ്റെ മോഡലിംഗ് ആണ്. അവനത്
മാതൃകയായി എടുത്ത് ആ സ്വഭാവത്തിലേക്ക് മാറുന്നു. അപ്പോൾ പലപ്പോഴും സിനിമയൊക്കെ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല, സിനിമയും ഒക്കെ പലപ്പോഴും ചെറിയ അളവിലൊക്കെ ഒരാളുടെ സ്വഭാവത്തിന് വഴിവെക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൂടി ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മുടെ ഉള്ളിൽ മനസ്സിൻ്റെ അഗാധതയിൽ കിടക്കുന്ന ഇറോസും തനതോസും, അത് ഒന്ന് ദൈവികമാണ്, ഒന്ന് ഈ പറയുന്ന ചെകുത്താനുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ രണ്ടും നമ്മുടെ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏതിനെയാണ് കണ്ടെത്തേണ്ടത്, ഏതിനെയാണ് വളർത്തേണ്ടത് എന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കണം, തിരിച്ചറിയണം. എന്തായാലും നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് ശ്രമിക്കാം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു അവലോകനമാണ് ഞാനിവിടെ നടത്താൻ ആഗ്രഹിച്ചത്. പ്രിയപ്പെട്ടവർ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമൻറ്റുകൾ, ഇത് പരിപൂർണമായ വിശദീകരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായി പങ്കുവയ്ക്കുക. ഇത് ഗുണകരമാണെങ്കിൽ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വർത്തമാനവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്